This session is on numerical integration methods. ഒരു ഫംഗ്ഷനെ നമുക്ക് ന്യൂമറിക്കലി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ, ഫംഗ്ഷന്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് ആവശ്യമില്ല, അപ്രോക്സിമേറ്റ് ഇന്റഗ്രൽ വാല്യൂ ആവശ്യമുള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ ന്യൂമറിക്കലി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആയി തന്നോളന്നില്ല. എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് നേരത്തെ നമ്മൾ ഇന്റർപോളേഷനിലൊക്കെ കണ്ടിരുന്ന പോലെ ഇൻ ബിറ്റ്വീൻ ഉള്ള പോയിന്റ്സിലെ വാല്യൂസ് മാത്രമായിട്ട് എക്സ് നോട്ടിന്റെ ഇമേജ് തന്നിട്ടുണ്ടാവും, എക്സ് വണ്ണിന്റെ ഇമേജ് തന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള പോയിന്റ്സിൽ ആയിരിക്കും ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് ചിലപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കും. So then how to find the integral value? That's the question. Okay, so that's the main thing. Finite number of points ലാണ് ഫംഗ്ഷന്റെ വാല്യൂസ് അവൈലബിൾ ആയിരിക്കുന്നത്. എക്സ് നോട്ടിലെ വാല്യൂ അറിയാം, എക്സ് വണ്ണിലെ വാല്യൂ, എക്സ് ടുവിലെ വാല്യൂ, എക്സെട്ര എക്സ് എന്നിലുള്ള വാല്യൂ അറിയാമെന്ന് വിചാരിക്കാം. നമ്മൾ എ തൊട്ടിട്ട് ബി വരെയുള്ള ഇന്റർവെലിനെ നമ്മൾ എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു എക്സെട്ര ലാസ്റ്റ് വാല്യൂ നമ്മൾ എക്സ് എന്ന് വിളിക്കും. ഈക്വലി സ്പേസ്ഡ് പോയിന്റ്സിലുള്ള ഇമേജസ് എടുക്കുമ്പോഴുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. Integral a to b f of x dx is geometrically the area below the curve between the ordinates x equal to a and x equal to b. ഈ ഏരിയയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ നമ്മൾ ന്യൂമറിക്കലി കണ്ടുപിടിച്ചാലും മതി. നമുക്ക് ഫംഗ്ഷൻ അറിയില്ല, പക്ഷെ ഫംഗ്ഷന്റെ ഇമേജ് സെറ്റ് എക്സ് നോട്ട് അറിയാം, ഇതാണ് ഇമേജ്. എക്സ് വണ്ണിലുള്ള ഇമേജ് ഇതാണ് നമുക്കറിയാം, എക്സെട്ര എക്സ് എന്നിലുള്ള ഇമേജ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ദെൻ യു ക്യാൻ ഡു ഇറ്റ് ഇൻ മെനി വേസ്. സോ വൺ മെത്തേഡ് ഇസ്, നമ്മൾ ആ ഇന്റർവെലിനെ എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെലിനെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഈക്വലി സ്പേസ്ഡ് ആണ് നമുക്ക് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നോട്ട് എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്ര. ഓക്കെ, സോ നമ്മൾ ആദ്യം എക്സ് നോട്ടിന്റെ എക്സ് വണ്ണിന്റെ ഇടയ്ക്കുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്യും. നമുക്ക് വേണേൽ മിഡിൽ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യാം. ഇവിടെ ഏകദേശം ഈ ഫിഗറിൽ മിഡിൽ വാല്യൂ ആയിട്ടാണ്. മിഡിൽ വാല്യൂ ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് ചൂസ് സം വാല്യൂ ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്നിട്ട് ആ വാല്യൂവിന്റെ ഇമേജ് നോക്കും. ആ വാല്യൂവിന്റെ ഇമേജ് നോക്കിയിട്ട് ആ ഇമേജ് കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കും. സോ ദെൻ അതിന്റെ താഴെ ഏരിയ കണ്ടുപിടിക്കുക. യു ഫൈൻഡ് ദിസ് ഏരിയ, ഈ ഏരിയ കണ്ടുപിടിക്കുക. ദെൻ അടുത്ത ഇന്റർവെല്ലിൽ ഇതേപോലെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ആ പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് വരയ്ക്കുക. നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്, കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഈ ഏരിയയും കിട്ടി. ഇങ്ങനെ ഓരോ ഇന്റർവെല്ലിന്റെയും ഏരിയ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. ലാസ്റ്റ് ഏരിയ നമുക്ക് ഈ ഇൻ ബിറ്റ്വീൻ ഉള്ള പോയിന്റ് നമ്മൾ എക്സ് എൻ സ്റ്റാർ എന്ന് വിളിച്ചാൽ അതിന്റെ ഇമേജിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ലൈൻ എടുക്കും, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഈ ആക്ച്വൽ ഏരിയയുടെ ഒരു അപ്രോക്സിമേഷൻ കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ റെക്ടാങ്കുലർ റൂൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് വിൽ നോട്ട് ഡിസ്കസ് ഹിയർ. അതാണ് അതിന്റെ ഒരു ജിയോമെട്രി. ഇതാണ് ബേസിക്കലി ഇന്റഗ്രേഷന്റെ റൈമാൻ സം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിലൊക്കെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യാറ്. ബൈ ടേക്കിംഗ് ദ ലിമിറ്റ് ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. നമ്മൾ ഒരുപാട് സബ്ഡിവിഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിത് എക്സാക്ട് ആയിട്ട് ആ ലിമിറ്റിംഗ് കേസിൽ ഇന്റഗ്രൽ വാല്യൂ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നൗ ഇത് ഈ റെക്ടാങ്കുലർ റൂൾ വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു മെത്തഡാണ്. അപ്പോൾ നമ്മൾ അതിന്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് ട്രപ്പീസോയിഡൽ റൂൾ എന്ന് പറയുന്നത്. വി ആർ ഗോയിങ് ടു സീ ട്രപ്പീസോയിഡൽ റൂൾ. ട്രപ്പീസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്ട്രേറ്റ് ലൈൻസ്, പാരലൽ ആയിട്ടുള്ള രണ്ട് സ്ട്രേറ്റ് ലൈനിന്റെ ഇടയ്ക്ക് നമുക്കൊരു ഒരു കേർവ്ഡ് ലൈൻ സെഗ്മെന്റ് വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഷേപ്പിനെയാണ് ട്രപ്പീസോയിഡ് എന്ന് വിളിക്കുന്നത്. ബേസ് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം, ഇവിടെ ഇങ്ങനെ കേർവ്ഡ് ആണെങ്കിൽ. ഓക്കെ, സോ നോ വാട്ട് വി ഡു ഇസ്, ഇൻ ദിസ് മെത്തേഡ് വാട്ട് വി ഡു ഇസ്, നമുക്ക് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സ് ത്രീ എക്സെട്രയിലൊക്കെ വാല്യൂ നമുക്കറിയാം. എക്സ് നോട്ടിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കുക, എക്സ് വണ്ണിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ ഇതാണെന്ന് വിചാരിക്കും. ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് വെച്ച് ജോയിൻ ചെയ്യുന്നതിന് പകരം നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരുപാട് പോർഷൻസ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അല്ലേ, ഇത്രയും പോർഷൻസ് എറർ ആണ്. ദിസ് മച്ച് എറർ ഈസ് ഹാപ്പനിങ്. സിമിലർലി ഇവിടെ നെഗറ്റീവ് എറർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആവശ്യമുള്ള പോർഷൻ നമ്മൾ മിസ് ഔട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എറർ വളരെ കുറവാണ്. ദ എറർ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഡ്യൂ ടു ദിസ് അപ്രോക്സിമേഷൻ ഇസ് ലെസർ കമ്പയർഡ് ടു ദിസ് റെക്ടാങ്കുലർ റൂൾ. നെക്സ്റ്റ് അതേപോലെ അടുത്ത എക്സ് വണ്ണിന്റെ ഇമേജ് നോക്കും, എക്സ് ടുവിന്റെ ഇമേജ് തമ്മിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെ നെക്സ്റ്റ് ഇപ്പോൾ ഒരു ഇന്റർവെല്ലും കൂടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വിൽ കണക്ട് ഇറ്റ് ലൈക്ക് ദിസ്. സോ ഈച്ച് പോർഷൻ, ഹിയർ ഇറ്റ് ഇസ് എ റെക്ടാംഗിൾ അല്ലെ, ഓരോ പോർഷൻ നമുക്ക് ഒരു റെക്ടാംഗിൾ ആണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് റെക്ടാംഗുലർ റൂൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് വെച്ചിട്ടാണ്, അതായത് 0th ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ് സ്ട്രേറ്റ് ലൈൻ തരുന്നത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഓരോ പോർഷനും നമുക്കൊരു ട്രപ്പീസോയിഡ് ആയിട്ടാണ് കിട്ടുക. ട്രപ്പീസോയിഡിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഒരു റെക്ടാംഗിൾ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ട്രപ്പീസോയിഡിന് ഈ അപ്പർ സൈഡ് ഒരു സ്ലോപ്പ് ഉള്ള കർവ് ആവാം, ഒരു സ്ട്രേറ്റ് ലൈൻ ആവാം.
റെക്ടാങ്കിളിന് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം, അതായത് പാരലൽ ടു എക്സ് ആക്സിസ് ടൈപ്പ് ആയിരിക്കണം വരുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതിന് എറർ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു റെക്ടാങ്കുലർ. നൗ നമുക്ക് റെക്ടാങ്കിൾ ഒരു ട്രപ്പിസോയിഡിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് ഈ ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക, ഈ ലെങ്ത് L2 ആണെന്ന് വിചാരിക്കുക, ഹൈറ്റ് അല്ലെ. L1 ഉം L2 ഉം ഹൈറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ ഈ വിഡ്ത്തിനെ നമ്മൾ h എന്ന് വിളിക്കുകയാണെങ്കിൽ ദ ഏരിയ ഓഫ് ദിസ് ട്രപ്പിസോയിഡ് ഈസ് ഗിവൺ ബൈ L1 പ്ലസ് L2 ഇൻടു h ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഏരിയ ഓഫ് ദിസ് ട്രപ്പിസോയിഡ്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, നമുക്ക് x0 x1ലുള്ള ഇങ്ങനെ പല ഡിവിഷൻസ് ആയിട്ട് മാറ്റും. എന്നിട്ട് ഓരോ ട്രപ്പിസോയിഡിന്റെയും ഏരിയ കണ്ടുപിടിക്കും, എന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ട്രപ്പിസോയിഡിന്റെ ഏരിയ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഇന്റഗ്രൽ x0 ടു x1 കിട്ടും, അതിന്റെ ഒരു അപ്രോക്സിമേഷൻ കിട്ടും. നെക്സ്റ്റ് ട്രപ്പിസോയിഡ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ x1 ടു x2ന്റെ ഒരു അപ്രോക്സിമേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ ഓരോന്ന് വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രൽ x0 ടു x1 f of x dx എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ x0ന്റെ ഇമേജ് ആണ്, f0 ആണ്. ഈ ഹൈറ്റ് f0 ആണ്, ഈ ഹൈറ്റ് x1ന്റെ ഇമേജ് ആണ്, f1 ആണ്. അപ്പോൾ ഫോർമുലയിൽ f0 പ്ലസ് f1 ഇൻടു ദ ഡിഫറൻസ് ഇസ് h ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്, h ബൈ 2 ഇൻടു f0 എന്ന് എഴുതാൻ നമുക്ക് വേണമെങ്കിൽ f0 പ്ലസ് f1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, സിമിലർലി അടുത്ത ഓരോ റെക്ടാങ്കിളിന്റെയും ഏരിയ ഇങ്ങനെ വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ x0 ടു xn അല്ലെങ്കിൽ ഇന്റഗ്രൽ a ടു b f of x dx കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h ബൈ 2 കോമൺ ആണ്. അപ്പൊ h ബൈ 2 ഇൻറ്റു, ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ y0 ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, y1 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു y1 വരും, ഇവിടെ ഒരു y1 വരും, അതേപോലെ ഇവിടെയും y2 വരും, നെക്സ്റ്റ് ടേമിൽ ഒരു y2 വരും. y1 is appearing twice, y2 is appearing twice, etc. yn-1 വരെ രണ്ട് പ്രാവശ്യം വെച്ച് വരും. ഫസ്റ്റ് ടേം ഒരിക്കലേ വരുള്ളൂ, ലാസ്റ്റ് ടേമും ഒരിക്കലേ വരുള്ളൂ. So the formula can be simply written like this. Integral x0 to xn f of x dx is approximately equal to h by 2 into y0 plus 2 times y1 plus y2 plus y3 plus etc. up to yn-1. ഇതുവരെയുള്ളതെല്ലാം രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടാവും, y0 ഉം yn ഉം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടാവും. സോ പ്ലസ് yn എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റഗ്രൽ x0 to xn f of x dx കിട്ടും. This is called the trapezoidal rule of derivation. Okay. So j is equal to integral a to b f of x dx. നമ്മൾ ഈ ഹാഫിനെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ h ഇൻറ്റു ഹാഫ് എഫ് ഓഫ് എ, ഈ 1/2 y0നും y-നും മാത്രമേ ഹാഫ് വരുള്ളൂ, ബാക്കിയെല്ലാം ഈ 2 ക്യാൻസൽ ചെയ്ത് പോകില്ല, ഈ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ ടു റിമെമ്പർ. So that will be giving you the approximate value of integral a to b f of x dx. Now let us see a problem. Evaluate j equal to integral 0 to 1 e raised to minus x square dx by means of the trapezoidal rule with n equal to 10. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 0 തൊട്ടിട്ട് 1 വരെയുള്ള ആ പോയിന്റ്സിനെ നമ്മൾ 10 ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 10 ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 0 തൊട്ട് അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം, എന്ത് ചെയ്യണം, ടോട്ടൽ ലെങ്ത് എത്രയാണ് നോക്കുക, 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ 10 എടുത്താൽ മതി. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.1 ആയിരിക്കണം തമ്മിലുള്ള ഗ്യാപ്പ്. ഓരോ പോയിന്റ്സ് തമ്മിൽ 0.1 ഗ്യാപ്പ് വരണം. അപ്പോൾ 0 ഫസ്റ്റ് വാല്യൂ വരും, x0 0.1 0.2 0.3 0.4 0.5 എക്സെട്ര 1 വരെ വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ് ഫംഗ്ഷൻ, ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂസ് കിട്ടും. ഇ റേസ് ടു 0 എന്ന് പറയുന്നത്, ഇ റേസ് ടു മൈനസ് 0 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. ഇത് ഫംഗ്ഷൻ വാല്യൂ അല്ല, ഇത് എക്സ് ജെ സ്ക്വയറിന്റെ വാല്യൂ ആണ്, ഇതിന്റെ ആവശ്യമില്ല, ദിസ് ഇസ് നോട്ട് നീഡഡ്. സോ ഇ റേസ് ടു 0 ഇസ് 1, then e raised to minus 0.1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0.990050 എന്ന് കിട്ടും. ഇങ്ങനെയുള്ള എല്ലാ വാല്യൂസും ഇ റേസ് ടു 1 എടുക്കുകയാണെങ്കിൽ ഈ വാല്യൂ, ഇ റേസ് ടു മൈനസ് 1 സ്ക്വയർ എടുത്താൽ ഈ വാല്യൂ കിട്ടും. ഓക്കെ, നൗ നമുക്ക് ഫോർമുലയിൽ നമ്മൾ പറഞ്ഞു ഈ ആദ്യത്തെയും ലാസ്റ്റത്തെയും വാല്യൂ നമുക്ക് ഒരു തവണ മതി, ഇൻ ബിറ്റ്വീനുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് 2 ടൈംസ് വേണം. ഓക്കെ, സോ വാട്ട് യു ക്യാൻ ഡു ഇസ് ഈ ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക, ഇൻ ബിറ്റ്വീനുള്ള വാല്യൂസും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ഫോർമുലയിൽ നോക്കിയാൽ കാണാം 2 ഇൻറ്റു y1 ടു yn-1 ചെയ്യണം. ഇത് രണ്ടിനും സിംഗിൾ വാല്യൂസ് മതി. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തു, 2 ഇൻറ്റു ഈ ബാക്കിയുള്ള വാല്യൂസും ചെയ്തു. ദാറ്റ്സ് ഹൗ യു ഗെറ്റ് ദി വാല്യൂസ് ആസ് 0.7462. Okay, so it's a very easy formula to find the integral value of a function between two finite limits.
Let's see another problem. Integral 1 to 4 f of x dx, where f of x is given at 1, 1.5, 2, 2.5, 3, 3.5, 4, etc. ഇവിടുത്തെ h എന്ന് പറയുന്നത് 0.5 ആണ്. ഇപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ആണെങ്കിൽ ഇന്റഗ്രൽ 1 to 4 f of x dx is approximately equal to h by 2, 0.5 by 2 into 1ന്റെ ഇമേജ് 2 എന്ന് എടുത്തിട്ടുണ്ട്, പ്ലസ് ഈ ലാസ്റ്റ് ഇമേജ് 68 ആണ്, അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ബാക്കിയുള്ള വാല്യൂസിനൊക്കെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 ഇൻറ്റു ദിസ് എടുക്കും. സോ ആൻസർ ഇസ് 72.1875 എന്ന് കിട്ടും. ഓക്കെ, another problem. Evaluate integral 0 to 0.4 e raised to x dx numerically. അപ്പോൾ നമ്മൾ n ഈക്വൽ ടു 4 എടുത്തിട്ട് 4 സ്റ്റെപ്പ് എടുത്തിട്ട് 4 ഇന്റർവെൽസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ h ആയിട്ട് എടുക്കുക 0.1 ആണ്. അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 0.1 എങ്കിലും എടുക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇറ്റ്സ് അപ് ടു യു. യു ക്യാൻ ഡു വിത്ത് n ഈക്വൽ ടു 2 ഓൾസോ. n ഈക്വൽ 2 സ്റ്റെപ്പ് എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. എറർ കൂടി വരും. എറർ ഫംഗ്ഷൻ കൂടുതൽ അക്യുറേറ്റ് ആവുക, എത്ര കൂടുതൽ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു അതിനനുസരിച്ച് എറർ കുറഞ്ഞു വരും. ഓക്കെ, സോ ഇവിടെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് h 0.1 ആയിട്ട് എടുത്തുകൊണ്ട് 0 തുടങ്ങിയിട്ട് 0.1, 0.2, 0.3, 0.4 വരെ എടുത്തു. ഇതിന്റെയൊക്കെ ഇ റേസ് ടു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ട്രപ്പിസോയിഡൽ റൂൾ അപ്ലൈ ആണെങ്കിൽ h by 2, h is 0.1 by 2 into ഫസ്റ്റ് വാല്യൂ ഇ റേസ് ടു 0 is 1, ഇ റേസ് ടു 0.4ന്റെ വാല്യൂ ഇത് രണ്ടോടെ വയ്ക്കുക. ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസിന്റെ ന്യൂമറിക്കൽ എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ച് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു ഗെറ്റ് 0.492234. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷന്റെ ആക്ച്വൽ ഇന്റഗ്രൽ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ് വരിക. ഫ്രം 0 to 0.4 ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു 0.4 മൈനസ് 1 എന്ന് കിട്ടും. ഇ റേസ് ടു 0.4ന്റെ വാല്യൂ എടുത്തിട്ട് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 0.491825 ആണ് കിട്ടുന്നതെന്ന് പറയുന്നു. സോ ചെക്ക് ചെയ്ത് നോക്കണം, കാൽക്കുലേറ്ററിൽ കൊടുത്ത് നോക്കിയാൽ അറിയാം. എന്നിട്ട് ഇത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഒറിജിനൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ, ഇതാണ് ഒറിജിനൽ വാല്യൂ. ആക്ച്വൽ ഇന്റഗ്രേഷൻ പെർഫോം ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ. ഇത് അപ്രോക്സിമേറ്റ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന വാല്യൂ. തമ്മിലുള്ള ഡിഫറൻസ് -0.0004 ആണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ദി എറർ, ആക്ച്വൽ എറർ. ഓക്കെ, താങ്ക് യു.